നമസ്കാരം, ഞാൻ കവിരാജ് അമ്പലപ്പുഴ. സൗത്ത് കൊറിയയിൽ ഞാൻ കണ്ട കാഴ്ചകൾ ചിത്രീകരിച്ച് വിവരിക്കുന്ന രണ്ടാമത്തെ എപ്പിസോഡാണ് ഇത്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം താമസിച്ച കൊറിയയിലെ ബുസാൻ പ്രവിശ്യയിലുള്ള അവനി എന്ന 3 സ്റ്റാർ ഹോട്ടലായിരുന്നു. ഇന്നത്തെ ഞങ്ങളുടെ കാഴ്ചകൾ കാണാനും ചിത്രീകരിക്കാനും മറ്റുമായി ഹോട്ടലിൽ നിന്ന് ഇറങ്ങി റിസപ്ഷനിൽ വന്നപ്പോൾ കണ്ട ചില കാഴ്ചകളാണ് ഇതെല്ലാം. വിശാലമായ ഈ റിസപ്ഷനിൽ തിരക്ക് വളരെ കുറവാണ് കാണുന്നത്. കൊറോണയ്ക്ക് അല്പം കുറവ് ഉണ്ടായി, കർശന നിബന്ധനകൾക്ക് ഇളവുകൾ ആയി തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. സഞ്ചാരികൾ ഓരോരോ രാജ്യങ്ങൾ സന്ദർശിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇവിടെ ഇത്ര തിരക്ക് കുറഞ്ഞ് അനുഭവപ്പെടാൻ കാരണം. ആ റിസപ്ഷന്റെ ഭാഗത്ത് കണ്ട കാഴ്ചകളാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. വിദേശ മദ്യങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം ഓപ്പണായിട്ട് തന്നെ വെച്ചിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഒരു സിമ്പിളും വെച്ചിട്ടുണ്ട്. കുടിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഈ സ്ഥിതിയിൽ എത്തിച്ചേരാം എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയായിരിക്കാം ഒരുപക്ഷെ അതവിടെ വെച്ചിരിക്കുന്നത്. എന്തു തന്നെ ആയാലും ഇതൊക്കെ ഞാൻ ചിത്രീകരിച്ചുകൊണ്ടേയിരുന്നു. ഞങ്ങൾ രാവിലെ തന്നെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയായിരുന്നു. കാരണം ഇന്ന് വളരെ തിരക്ക് പിടിച്ചൊരു ദിവസമാണ് ഞങ്ങൾക്ക്. രാവിലെ 6:30 മണിക്ക് തന്നെ ഹോട്ടലിൽ നിന്നും ബസ് പുറപ്പെടും എന്ന് ഇന്നലെ തന്നെ ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ 6:15 ആയിട്ടുള്ളൂ. ഓരോരുത്തർ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷെ ഞാൻ നേരത്തെ കുറച്ച് മുമ്പേ തന്നെ പോന്നിരുന്നു. കാരണം കഴിഞ്ഞത്ര കാഴ്ചകൾ ചിത്രീകരിക്കാമല്ലോ എന്ന ഉദ്ദേശത്തോടെയായിരുന്നു അത്. 43 പേരടങ്ങുന്ന ഞങ്ങളുടെ ഗ്രൂപ്പ് കൊറിയയിൽ എത്തിയിട്ട് ഒരു ദിവസമേ ആയിരുന്നുള്ളൂ. എല്ലാവരും അന്യോന്യം പരിചയപ്പെട്ടു വരുന്നതേ ഉള്ളൂ. വാഹനങ്ങൾ നന്നെ കുറവാണ് റോഡിൽ കാണാൻ സാധിച്ചത്. മിക്കവാറും അതിരാവിലെ ആയതുകൊണ്ടായിരിക്കാം. പക്ഷേ കൊറിയയെ സംബന്ധിച്ചുള്ള അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മിതികൾ ഒന്ന് എടുത്തു പറയേണ്ടതാണ്. അതെല്ലാം ഞാൻ വഴിയെ എൻ്റെ അടുത്ത എപ്പിസോഡിൽ വിശദമായിട്ട് പറഞ്ഞുതരാം. ഞങ്ങളുടെ വാഹനം രാവിലെ തന്നെ അവിടുന്ന് പുറപ്പെട്ടു. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഗ്രൂപ്പ് മാനേജർ മിസ്റ്റർ ബെന്നി, അതായത് ബെന്നി ടൂർസിൻ്റെ MD മിസ്റ്റർ ബെന്നി ആയിരുന്നു ഇന്ന് ഞങ്ങൾക്ക് ഈ ഗ്രൂപ്പിൽ ഞങ്ങളുടെ കൂടെ ഞങ്ങൾ നയിക്കാനുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന പ്രദേശവും അതിൻ്റെ കാഴ്ചകളെ കുറിച്ച് അദ്ദേഹം വണ്ടിയിൽ വെച്ച് തന്നെ ഒരു ക്ലാസ്സും വിശദീകരണമൊക്കെ തരുന്നുണ്ടായിരുന്നു. അതെല്ലാം കേൾക്കുന്നതോടൊപ്പം തന്നെ ഞാൻ വെളിയിലുള്ള കാഴ്ചകളും കുറേശ്ശെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നു. ഇന്ന് ഞങ്ങൾക്ക് ഒരു തിരക്ക് പിടിച്ച ദിവസം ആയിരിക്കുമെന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നുവല്ലോ. ആദ്യം ഞങ്ങൾക്ക് എത്തിപ്പെടേണ്ടത് സൗത്ത് കൊറിയയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ചരിത്രത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു കടലിടുക്ക് കാണുന്നതിന് വേണ്ടിയായിരുന്നു. വടക്ക് പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിന്റെ ചൈന കടൽ, മഞ്ഞക്കടൽ, ജപ്പാൻ കടൽ എന്നിവയെ ബന്ധിപ്പിക്കുന്ന കിഴക്കൻ ഏഷ്യയിലെ കൊറിയയ്ക്കും ജപ്പാനും ഇടയിലുള്ള ഒരു കടൽപ്പാതയാണ് ഈ ചെറിയ വ്യൂ പോയിന്റും കടലിടുക്കും. ഈ കടലിടുക്കിനെ സുഷിമ ദ്വീപ്, അതായത് ജപ്പാനിലുള്ള പശ്ചിമ ചാനലായും സുഷിമ കടലിടുക്ക് അല്ലെങ്കിൽ കിഴക്കൻ ചാനലായും വിഭജിച്ചിരിക്കുന്നു. ഇത് സാമ്പത്തികമായി പ്രാധാന്യമർഹിക്കുന്നതാണ്. കാരണം നിരവധി ഷിപ്പിംഗ് പാതകൾ കടലിടുക്കിലൂടെ കടന്നു പോകുന്നുണ്ട്. കൂടാതെ ജപ്പാനും കൊറിയയും അതിലൂടെ സ്വതന്ത്രമായി കടന്നു പോകാൻ അനുവദിക്കുന്നുമുണ്ട്. ഞങ്ങളുടെ കൊറിയൻ ഗൈഡിന്റെ വിശദീകരണങ്ങളിലേക്ക്. According to people, when it's clear day, you can see the Japanese island, Tama Island from here. And this is the border between East Sea and South Sea. Yes. And you see the fishermen there. I hope not to fail. Thank you. ഇനി ഞങ്ങളുടെ ഗ്രൂപ്പ് ലീഡർ ആയിരുന്ന ബെന്നിയുടെ വിശദീകരണത്തിലേക്ക് നമുക്ക് അല്പം ശ്രദ്ധിക്കാം. റൈറ്റ് സൈഡിൽ പസഫിക് ഓഷൻ ആണ്, ലെഫ്റ്റ് സൈഡിൽ ഇന്ത്യൻ ഓഷൻ ആണ്. മനസ്സിലായ? അതിന്റെ മെർജിംഗ് പോയിന്റിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ ആ കാണുന്ന സ്പോട്ടിലാണ് ഗ്ലാസ് ബ്രിഡ്ജ് ഉള്ളത്. ഇറ്റ് ഇസ് സെപ്പറേറ്റ് ഇന്ത്യൻ ഓഷൻ ആൻഡ് പസഫിക് ഓഷൻ. അതാണ് ഈസ്റ്റ് സീ ആൻഡ് വെസ്റ്റ് സീ. എന്നുവെച്ചാൽ 2 നദികൾ 2 ഓഷന് ജോയിൻ ചെയ്യണ സ്പോട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് എ ഹിസ്റ്റോറിക്കൽ സ്പോട്ട്. മോർ ദാൻ ദാറ്റ്, ഈ കാണുന്ന സ്ഥലം ഉണ്ടല്ലോ, ഇത് കൊറിയൻ പെനിൻസുലയുടെ എൻഡാണ്. പിന്നെ നേരെ കാണുന്നതാണ് ജപ്പാൻ. ഇവിടുന്ന് ഒരു 2-3 മണിക്കൂർ ക്രൂസിൽ വന്ന ജപ്പാൻ. അത് ഫുക്കൊക്ക എന്ന് പറഞ്ഞ ജപ്പാന്റെ ഹിരോഷിമ നാഗസാക്കി ബോംബിട്ടില്ലേ, നമ്മുടെ ലിറ്റിൽ ബോയ് ഇട്ടത് അവിടെയാണ്.
ആ സ്ഥലത്ത് വെരി ക്ലോസ് ബൈ ആണ്. അതുകൊണ്ട് ജപ്പാൻ നേരെ ഇൻവേഡ് ചെയ്ത് ജപ്പാൻ കീഴടക്കിന്ന് പറയണ്ടല്ല. 2.5 മണിക്കൂർ ക്രൂസിൽ പറഞ്ഞ ഡിസ്റ്റൻസ് ഉള്ളൂ ഇവിടുന്ന്. ഞാൻ വന്നേക്കുന്നത് ഈ വഴിക്കാണ്. ഞാൻ വന്നേക്കുന്നത് ഈ വഴി, ബുസാനിലേക്ക് വന്നേക്കുന്നത് ഈ വഴിക്കാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹിസ്റ്റോറിക്കൽ പ്ലേസ്. അപ്പോൾ ഇതിൽ നിന്നും കീഴ്പോട്ട് പോകുമ്പോൾ ഈ താഴെ സൈഡിൽ കാണുന്ന ഫിലിപ്പൈൻസും തായ്വാൻ, ഈ പറഞ്ഞ ഇതിൻ്റെ ഇപ്പുറമായിട്ട് വരുന്നതാണ് ചൈന സീ, യെല്ലോ സീ. ചൈന ഇപ്പുറത്ത് വരുന്നത് സീ ഓഫ് ജപ്പാൻ. ഇവർ സീ ഓഫ് ജപ്പാൻ എന്ന് പറയില്ല. ഇപ്പുറത്ത് സീ ഓഫ് ജപ്പാൻ മെർജിങ് ടു പസഫിക് ഓഷ്യൻ. ഇതിൻ്റെ കീഴ്പോട്ട് നേരെ വരുന്നതാണ് ഓഷ്യാനിയ. എന്നിട്ട് ഓഷ്യാനിയ ഓസ്ട്രേലിയ വരുന്നതിൻ്റെ നേരെ അറ്റത്താണ്. എന്ന് വെച്ചാൽ അത് വരുന്നത് അന്റാർട്ടിക്കാണ്. ആർട്ടിക്കും കൂടി മെർജ് ചെയ്യുന്ന മിഡിൽ പോയിന്റാണ് നമ്മൾ നിൽക്കുന്നത്. അന്റാർട്ടിക് സീയും ആർട്ടിക് സീയും തമ്മിലുള്ള മെർജിങ് പോയിന്റും ഇന്ത്യൻ ഓഷനും പസഫിക് ഓഷനും നമ്മൾ വിട്ടു. അതുകൊണ്ടാണ് ഇവർ ഗ്ലാസ് ബ്രിഡ്ജ് അവിടെ വെച്ചത്. പക്ഷെ നാളെ നിൽക്കണ ആൾ നിൽക്കണ്ട, അവിടെ കാണണ്ട. അതാണ് അത് സ്പോട്ടിങ് നിങ്ങൾക്ക് സെപ്പറേഷൻ കാണാൻ വേണ്ടി ഉണ്ടാക്കിയത്. അത് 2013 കമ്മീഷൻ ചെയ്തത്. ഇല്ല, അത് മുകളിലേക്ക് കയറാൻ പറ്റുക, ബ്ലോക്ക് ചെയ്ത്. അപ്പോൾ 2013 കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ശരിക്കും നമ്മൾ നിൽക്കുമ്പോൾ അതിൻ്റെ സെപ്പറേഷൻ കാണാൻ വേണ്ടിയാണ്. നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അതിന്റെ സ്പോട്ടാണ്. പക്ഷെ എങ്കിലും നോട്ട് ബാഡ്. കാരണം ഇത് കണ്ടല്ലേ, കളർ വേരിയേഷൻ ഒന്നും ഇല്ല. കളർ വേരിയേഷൻ ഉള്ളത് അറ്റ്ലാന്റിക്കിലും പസഫിക്കിലാണ്. പുരാതന കാലത്ത് ബുദ്ധമതവും മംഗോളിയൻ അധിനിവേശക്കാരും ജപ്പാനിലെത്താൻ ഈ കടലിടുക്കാണ് ഉപയോഗിച്ചിരുന്നത്. അടുത്തിടെ കൊറിയൻ യുദ്ധത്തിൽ കൊറിയൻ കടലിടുക്ക് യുദ്ധം നടന്ന സ്ഥലമായിരുന്നു ഇത്. ജപ്പാനെയും കൊറിയയെയും ബന്ധിപ്പിക്കുന്ന കടലിടുക്കിന് താഴെയുള്ള ഒരു തുരങ്കം ജപ്പാൻ കൊറിയ അണ്ടർസീ ടണൽ എന്ന പേരിൽ ഇരു രാജ്യങ്ങളെയും ബന്ധിപ്പിക്കുന്നതിന് അത് നിർമ്മിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ദക്ഷിണ കൊറിയയിലെ തുറമുഖങ്ങളിലേക്കുള്ള ഗതാഗതത്തിന്റെ ഭൂരിഭാഗവും വഹിക്കുന്നവ ഉൾപ്പെടെ നിരവധി അന്താരാഷ്ട്ര കപ്പൽ പാതകൾ ഈ കടലിടുക്കിലൂടെ കടന്നു പോകുന്നുണ്ട്. ദക്ഷിണ കൊറിയയും ജപ്പാനും കടലിടുക്കിലൂടെ തങ്ങളുടെ പ്രാദേശിക ക്ലെയിമുകൾ കരയിൽ നിന്നും 3 നോട്ടിക്കൽ മൈൽ ആയി പരിമിതപ്പെടുത്തിയിരിക്കുന്നു. അതുവഴി സ്വതന്ത്രമായി കടന്നു പോകാൻ 2 കൂട്ടർക്കും അനുവാദമുണ്ട്. പാസഞ്ചർ ഫെറികൾ കടലിടുക്കിലൂടെ നിരവധി റൂട്ടുകളിൽ സഞ്ചരിക്കുന്നുണ്ട്. കൊറിയൻ, ബുസാൻ, ജിയോജെ എന്നിവിടങ്ങളിൽ നിന്നും ഫുക്കുവോവോ, സുഷിമ, ഷിനോസക്കി, ഹിറോഷിമ എന്നിവ ഉൾപ്പെടെയുള്ള ജാപ്പാനീസ് തുറമുഖങ്ങളിലേക്ക് വാണിജ്യ കടത്തുവള്ളങ്ങളും ഓടുന്നുണ്ട്. ബുസാൻ ജാപ്പാനീസ് നഗരങ്ങളെ ചൈനയിലെ തുറമുഖങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഫെറികളും ഈ കടലിടുക്കുള്ളിൽ തന്നെയാണ് കടന്നു പോകുന്നത്. അണുവായുധങ്ങളുമായിട്ടുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ് നേവിയുടെ യുദ്ധക്കപ്പലുകളെയും അന്തർവാഹിനികളെയും കടലിടുക്കിലൂടെ കടത്തിവിടാൻ അനുവദിക്കുമെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതൊരു കൺഫേം ആയിട്ടുള്ള അറിവല്ല, എങ്കിലും അതെപ്പറ്റി ഒരു റിപ്പോർട്ടുണ്ട്. അങ്ങനെ 1950 ജൂൺ 25, 26 തീയതികളിൽ ദക്ഷിണ കൊറിയയുടെയും ഉത്തര കൊറിയയുടെയും നാവിക സേനകൾ തമ്മിൽ നടന്ന ഒരു നാവിക യുദ്ധമാണ് കൊറിയൻ സ്ട്രീറ്റ് യുദ്ധം. 100 കണക്കിന് സൈനികരെ വഹിച്ചുകൊണ്ടുള്ള ഒരു ഉത്തര കൊറിയൻ ട്രിപ്പ് ട്രാൻസ്പോർട്ട് ബുസാനിനടുത്ത് ചരക്കിറക്കാൻ ശ്രമിച്ചു. എന്നാൽ ഒരു ദക്ഷിണ കൊറിയൻ പെട്രോളിംഗ് കപ്പൽ നേരിടുകയും മുക്കുകയും ചെയ്തു. ഇത് യുദ്ധത്തിന്റെ ആദ്യ ഉപരിതല പ്രവർത്തനങ്ങളൊന്നായിരുന്നു. ഇത് ഒരു പ്രധാന ദക്ഷിണ കൊറിയൻ വിജയത്തിന് കാരണമാവുകയും ചെയ്തു. കൊറിയൻ പെനിൻസുലയും സമീപത്തുള്ള 3960 ദ്വീപുകളും ഉൾപ്പെടുന്നതാണ് ഈ കൊറിയ. വടക്ക് കിഴക്കൻ ഏഷ്യയിൽ ചൈനയ്ക്കും ജപ്പാനും ഇടയിലാണ് ഈ ഉപദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. വിചിത്രമായ ഇതിൻ്റെ അതിർത്തികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ വടക്ക് പടിഞ്ഞാറ് അനോക് നദി കൊറിയയെ ചൈനയിൽ നിന്നും വേർതിരിക്കുന്നു. വടക്ക് കിഴക്ക് ഡുമാൻ നദി കൊറിയയിൽ നിന്നും ചൈനയിൽ നിന്നും റഷ്യയിൽ നിന്നും വേർതിരിക്കുന്നു. പടിഞ്ഞാറ് മഞ്ഞക്കടലും തെക്ക് കിഴക്കൻ ചൈന കടലും കൊറിയയെ കടലിടുക്കും. 2,24,000 സ്ക്വയർ കിലോമീറ്ററാണ് കൊറിയയുടെ വിസ്തീർണം. ഇത് യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ അല്ലെങ്കിൽ US സംസ്ഥാനമായ മിനസോട്ടയുടെ വിസ്തീർണത്തിന് സമാനമാണ്. ദ്വീപുകൾ ഒഴികെ കൊറിയൻ പെനിൻസുലയുടെ വിസ്തീർണം 2,27,000 സ്ക്വയർ കിലോമീറ്ററാണ്. ഉപദ്വീപിൻ്റെ അളവ് ഏകദേശം വടക്ക് നിന്ന് തെക്കോട്ട് 1,100 കിലോമീറ്ററും കിഴക്ക് നിന്ന് പടിഞ്ഞോട്ട് 300 കിലോമീറ്ററുമായിട്ട് കണക്കാക്കപ്പെടുന്നു. അവിടുത്തെ കാഴ്ചകൾ കണ്ടതിന് ശേഷം ഞങ്ങൾ തിരികെ ബസ്സിലേക്ക് വന്നപ്പോൾ കണ്ട കാഴ്ചകളാണ് ഇത്. മത്സ്യബന്ധനത്തിന് പോയിട്ട് വന്ന് മത്സ്യം കിട്ടുന്ന ജീവനോടെ തന്നെ വിൽക്കുന്ന ഒരു സ്ഥലമാണ് ഇത്. വിൽപ്പനയ്ക്ക് കൂടുതൽ സ്ത്രീകളെ മാത്രമേ അവിടെ കാണാൻ സാധിച്ചുള്ളൂ. എല്ലാ മത്സ്യങ്ങളും ജീവനോടെയാണ് ഇവിടെ വിൽക്കുന്നത്. അത് നമുക്ക് കാണാനും ചെയ്യാം.
പക്ഷെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് ഇവിടുത്തെ വൃത്തിയാണ്. നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ഒരു മീൻ മാർക്കറ്റിനോട് ഉപമിക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല. വളരെ ക്ലീൻ ആയിട്ടാണ് അവരെല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നതും അവരുടെ സുരക്ഷത നോക്കുന്നതും എല്ലാം അതിനൊരു പ്രത്യേക രീതിയിൽ തന്നെയാണ്. കടലിൽ നിന്ന് പിടിക്കുന്ന ഒരു പ്രത്യേക മത്സ്യമാണ് ഇപ്പോൾ കണ്ടത്. അതുപോലെ തന്നെ മറ്റൊരു മത്സ്യം, ഇത് സീ പൈനാപ്പിൾ എന്നാണ് ഇതിന്റെ പേര്. ഇതിന്റെ ആകൃതി കണ്ടാൽ തന്നെ നമുക്കത് മനസ്സിലാകുമല്ലോ. ഇതെല്ലാം കാഴ്ചയോടും കൗതുകത്തോടും കൂടി തന്നെ ഞാൻ ഇതെല്ലാം റെക്കോർഡ് ചെയ്തു. കൊറിയയിൽ ഞാൻ കണ്ട രസകരവും അത്ഭുതപ്പെടുത്തുന്നതുമായ മറ്റ് കാഴ്ചകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അടുത്ത എപ്പിസോഡിൽ വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ, നന്മ വരട്ടെ.